ഇസ്രായേൽ എന്താണെന്ന് ലോകം ഇന്ന് ഭീതിയുടെയും ലജ്ജയുടെയും വീണ്ടും കണ്ടിരിക്കുകയാണ്. അഹങ്കാരത്തിന്റെ പര്യായമായി മാറിയ സയനിസ്റ്റ് ഭരണകൂടം ലോക മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് മനുഷ്യത്വത്തിന് നേരെയുള്ള യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഗാസയിൽ വംശഹത്യയിൽ എല്ലാം നഷ്ടപ്പെട്ട് വിശന്ന് കരഞ്ഞു തളർന്ന കുഞ്ഞുങ്ങളുടെ കൈകളിൽ എത്തേണ്ടിയിരുന്ന ഒരു ചെറു റൊട്ടിക്കഷ്ണം പോലും തട്ടിത്തെറിപ്പിച്ചു എന്ന അതിക്രൂരമായ സത്യം നാം തിരിച്ചറിയണം. ഇതാണ് ലോകത്തിന് മുന്നിലെ ഇസ്രായേലിന്റെ ഇന്നത്തെ മുഖം. 44 രാജ്യങ്ങളിൽ നിന്നുള്ള 500ഓളം സന്നദ്ധ പ്രവർത്തകർ ഭക്ഷ്യവസ്തുക്കളും ജീവൻ രക്ഷാ മരുന്നുകളുമായി പുറപ്പെട്ട ഗ്ലോബൽ സുമൂദ് ഫ്ലോട്ടില എന്ന കപ്പൽ കേവലം ഒരു സഹായ ദൗത്യമായിരുന്നില്ല. അത് നീതിക്ക് വേണ്ടി നിലകൊണ്ട ആത്മാഭിമാനമുള്ള മനുഷ്യരുടെ പ്രഖ്യാപനമായിരുന്നു. എന്നാൽ ഇസ്രായേൽ നിയമങ്ങളെക്കുറിച്ച് സംസാരിച്ചില്ല. അവർക്ക് ബാധകമായത് ഒന്നു മാത്രം: ധാർഷ്ട്യം. ആ ദൗത്യത്തെ മുടക്കാൻ സയനിസ്റ്റുകൾ കാട്ടിയ വേലകൾ ലോകം ചർച്ച ചെയ്യണം. സമുദ്ര നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഇസ്രായേലി സേന കപ്പലുകളിലേക്ക് ഇരച്ചുകയറി. കടലിൽ വെച്ച് ഡ്രോണുകൾ പായിച്ച് ആക്രമിക്കാൻ വരെ അവർ ഉരുവിട്ടു. അവിടെയും അവസാനിച്ചില്ല. ഈ സഹായ ദൗത്യം മുടക്കാൻ അവർ തുടക്കം മുതൽ ശക്തമായ സമ്മർദ്ദങ്ങൾ ചെലുത്തി. അതിന്റെ ഫലമായി സഹായ വിഭവങ്ങൾ തങ്ങൾക്ക് കൈമാറാൻ ഇറ്റലി ആവശ്യപ്പെട്ടതും ഫ്ലോട്ടിലേക്ക് സുരക്ഷ നൽകുന്നതിൽ നിന്ന് സ്പെയിൻ പിന്മാറിയതുമെല്ലാം ഈ സമ്മർദ്ദങ്ങളുടെ ഫലമാണ്. സന്നദ്ധ പ്രവർത്തകർ പുറം ലോകവുമായി ബന്ധപ്പെടാതിരിക്കാൻ കപ്പലുകളിലെ വിവരവിനിമയ സംവിധാനങ്ങൾ അവർ പൂർണ്ണമായും തകർത്തു. ഒരു കപ്പലിനെ ബോധപൂർവം ഇടിച്ചു നശിപ്പിക്കാൻ ശ്രമിക്കുകയും ബോട്ടുകൾക്ക് നേരെ ശക്തിയേറിയ ജലപീരങ്കികൾ പ്രയോഗിക്കുകയും ചെയ്തു. ഒരു രാജ്യത്തിന്റെ ഔദ്യോഗിക സേന സമാധാനപരമായ ഒരു ജീവകാരുണ്യ ദൗത്യത്തോട് കാട്ടിയ ഈ സമീപനം ഭീകരവാദത്തിന്റെ മറ്റൊരു രൂപമാണ്. ലോകം ആദരിക്കുന്ന സ്വീഡിഷ് പരിസ്ഥിതി പ്രവർത്തക ഗ്രെറ്റ ത്യുൻബെറി ഉൾപ്പെടെയുള്ളവരെ ഇസ്രായേൽ പിടിച്ചുവെച്ചത് യുദ്ധ കുറ്റവാളികളോട് പെരുമാറുന്ന അതേ ശൈലിയിലാണ്. മാനവികതയെ തടവിലിടുന്ന ഈ കാഴ്ച ഇസ്രായേലിന്റെ ചരിത്രത്തിലെ മറ്റൊരു കറുത്ത അധ്യായമായി മാറും. ഈ അനീതിക്കെതിരെ ശക്തമായ പ്രതികരണം ഉയർത്തിയ രാജ്യങ്ങളെ നാം ആദരിക്കണം. ഇസ്രായേലി നയതന്ത്രജ്ഞരെ പുറത്താക്കാനും വ്യാപാര കരാർ റദ്ദാക്കാനും കൊളംബിയൻ പ്രസിഡന്റ് ഗുസാവോ പെട്രോ കാണിച്ച ആർജവം ലോകം ഏറ്റെടുക്കണം. ഇസ്രായേലിന്റെ ഈ നടപടിയെ ഭീകരവാദ പ്രവർത്തനം എന്ന് വിളിച്ച തുർക്കിയുടെ നിലപാട് ഈ വിഷയത്തിലെ സത്യം തുറന്നു കാട്ടുന്നു. പക്ഷേ ഇവിടെയാണ് ചോദ്യമുയരുന്നത്: ഈ ലോകത്തിന് എന്താണ് സംഭവിച്ചത്? ഇത്രയും വലിയൊരു അതിക്രമം നടന്നിട്ടും പേടിയോ ലാഭക്കൊതിയോ കാരണം ഇസ്രായേലിന്റെ അനുമതി കാത്തു നിൽക്കുന്ന ലോക നേതാക്കൾക്ക് ആത്മാഭിമാനം നഷ്ടപ്പെട്ടോ? വംശഹത്യയെ പിന്തുണയ്ക്കുന്നവരെല്ലാം തലകുനിച്ചു നിൽക്കുമ്പോൾ മനുഷ്യത്വം കൈവിടാത്ത ഒരു കൂട്ടം ആളുകൾ മാത്രമാണ് ധീരമായി നീതിക്ക് വേണ്ടി നിലകൊണ്ടത്.